പട്ടാളക്കാരുടെ കൈകൾ നീളത്തോക്കുകൾ. 4ാം ക്ലാസ് പഠിക്കുന്ന അവസരത്തിലൊക്കെ മലേഷ്യയിലാണ്. ഞാനും പ്രവാസിയായിട്ട് നിന്നതാണ്. 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമുക്കൊന്ന് നാട്ടിൽ വരാൻ പറ്റുന്നത്. കാർത്തിക വിളക്ക് എന്ന സിനിമയിലൊക്കെ എനിക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടി. വൈകിട്ട് 7 മണി സമയത്ത് ചുറ്റുപാടുള്ള വീടുള്ള കുട്ടികളൊക്കെ വന്നിട്ട് കോലായിലിരുന്നുകൊണ്ട് നാടകം അവതരിപ്പിക്കാൻ 2 ദിവസമേ ഉള്ളൂ. ഞാനിത് ചെയ്യും, പാര്യംകുന്നത്ത് കുഞ്ഞഹമ്മായി താങ്കൾ ചെയ്യണം. നമസ്കാരം, ഞാൻ നൗഷാദ് ഇബ്രാഹിം. ഞാനിന്ന് ഒരു വലിയ കലാകാരൻ്റെ കൂടെയാണുള്ളത്. ഒരു വലിയ മനുഷ്യസ്നേഹിയുടെ, ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ, ജ്യേഷ്ഠ സഹോദരൻ്റെ ഒക്കെ കൂടെയാണ്. അലി കൈതവളപ്പിൽ എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കാണുന്ന അലി അരങ്ങാടത്ത്. തൻ്റെ യുവത്വത്തിൽ നാടകത്തിലൂടെ കലാരംഗത്ത് വേരുറപ്പിക്കുകയും പിന്നീട് ഇപ്പോൾ സിനിമകളിൽ സജീവമാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അലീക്കയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അലീക്ക, നമസ്കാരം. നമസ്കാരം. പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, പുതിയ സിനിമയുടെ അനുഭവങ്ങളൊക്കെ പറയൂ. ഒരുപാട് പറയാനുണ്ട്, ഒരുപാട്. കാരണം എല്ലാം പ്രതീക്ഷിതമായിട്ടാണ് എല്ലാം സംഭവിക്കുന്നത്. ഒരു ദിവസം ഷാഫി എപ്പിക്കാട് എന്നെ വിളിച്ചു, അലിക്ക ഒരു സിനിമയുണ്ട്, വരണം എന്ന് പറഞ്ഞു. ആ അവസരത്തിൽ ഞാനിതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസരത്തിലാണ്. പക്ഷെ വീണ്ടും അദ്ദേഹം വിളിച്ചു, വരണം എന്ന് വിളിച്ചു. അവസാനം ഞാൻ സമ്മതിച്ച് പോവേണ്ടത്. പക്ഷെ അതെനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായത്. കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച ആയിരുന്നില്ല ഇത്രയൊരു നല്ലൊരു വേഷം കിട്ടുമെന്നുള്ളത്. സെബിൻ എന്ന ആളാണ് അദ്ദേഹത്തിന് പടത്തിന് നിർമ്മാതാവ്. രചന നമ്മുടെ ഷാഫി എപ്പിക്കാടാണെങ്കിൽ സംവിധാനം ചെയ്തത് 2 പേരാണ്, സോനു കാക്കൂരും ഷാഫി എപ്പിക്കാടും. എനിക്കിതിലുള്ള വേഷം മെയിൻ കഥാപാത്രം ആയിട്ട് അഭിനയിക്കുന്ന ബിബിൻ ജോർജിൻ്റെ അച്ഛനായിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ യുവത്വത്തിൽ നാടകത്തിൻ്റെ അരങ്ങിലൂടെയാണല്ലോ അല്ലേ അലിക്ക കലാജീവിതം തുടങ്ങിയത്. അതെ, ജീവിതത്തിൽ ജോലിയും പ്രവാസവും ഒക്കെ ആയിട്ട് കുറേയേറെ വർഷങ്ങൾ, പക്ഷെ ആ സമയത്തും ഈ കലയെ കൈവിടാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പലർക്കും പറ്റാത്തൊരു കാര്യമാണ്. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ സാധിക്കാതെ വരികയും ജോലി മറ്റു കാര്യങ്ങളിലേക്ക് ഒതുങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ അലിക്ക ജോലി തിരക്കുകൾക്കിടയിലും ഈ കലയെ അല്ലെങ്കിൽ ഈ അഭിനയത്തെ നെഞ്ചോട് ചേർത്ത് തന്നെ നിന്നു അല്ലേ. 2ാമത്തെ സിനിമയാണോ ഈ ഇപ്പോൾ പറഞ്ഞ ഈ കൂടൽ? റിലീസാവാൻ പോകുന്ന 2ാമത്തെ സിനിമ. റിലീസായ സിനിമ ചെക്കൻ. എൻ്റെ മകൻ മൻസൂർ അലി നിർമ്മിച്ച, ഷാഫി എപ്പിക്കാട് രചനാ സംവിധാനം നിർമ്മിച്ച സിനിമയാണ്. പാട്ടുകളൊക്കെ ഇപ്പോഴും ആളുകൾ മൂളിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു കാറ്റ് മോളാണ് പാട്ട് തന്നെയാണ് കേൾക്കുന്നത്. നല്ല രസമുള്ള പാട്ടുകളൊക്കെ ഉള്ള. ഇక നമ്മൾ ഇരിക്കുന്നത് കുറേ ഉപഹാരങ്ങളുടെ മുൻപിലാണ്. എല്ലാറ്റിലും അലി അരങ്ങാടത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് അരങ്ങുകളുടെ കഥ പറയാനുണ്ട് അല്ലേ. ഒരുപാട് എന്താ പറയുക, കുറേ വേദികളിൽ നിറഞ്ഞാടിയതിൻ്റെ കഥകൾ പറയാനുണ്ട് ഈ ഓരോ മൗണ്ടോസിനും. ഏത് നാടകത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചു തുടങ്ങിയത്, ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന അവസരത്തിൽ ഈ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അമ്മയെ ഒഴിവുകാലം എന്ന് പറഞ്ഞ നാടകം, കാബുളിവാല എന്ന നാടക ശൃംഖലയിൽ നിന്ന് ഒരു ചെറിയ നാടകമാണ് ഈ അമ്മയെ ഒഴിവുകാലം എന്ന നാടകം. അതിൽ അമ്മാവൻ്റെ വേഷമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. എനിക്ക് അഭിനയത്തിലേക്കുള്ള ആഗ്രഹം വന്നത് എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ്. അതിനുശേഷം ചെയ്ത നാടകങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവും? 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ഞാൻ കൊയിലാണ്ടി ബോയ്സ് ഹൈസ്കൂൾ പഠിക്കുന്ന അവസരത്തിൽ പെൺവേഷമാണ് കിട്ടിയത്. പഴശ്ശിരാജ് നാടകത്തിൽ പെൺവേഷം. അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം ഞാൻ പെണ്ണല്ല എന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് മേക്കപ്പ് റൂമിൽ നിന്ന് എന്നെ പുറത്ത് വിടാതെ എല്ലാവരും നാടകം കാണാൻ വേണ്ടി യുവജനോത്സവം നടക്കുകയാണ് കൊയിലാണ്ടി ബോയ്സ് ഹൈസ്കൂളിൽ. ഞാൻ എൻ്റെ ഒഴിവും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ റൂമിലേക്ക് റഷായിട്ട് കുറേ പെൺകുട്ടികൾ വന്ന് ഡ്രസ്സ് മാറ്റുകയാണ്. ഇത് കണ്ട് ഇ.എൻ. കൃഷ്ണൻ മാഷുണ്ട്, എൻ്റെ അധ്യാപകനാണ്. ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ടാകുന്ന കൊയിലാണ്ടി ഹൈസ്കൂളിൽ വാസി തിക്കോടി ഭാസ്കർ മാഷ്. അദ്ദേഹമൊക്കെ ഇത് കണ്ട്
ഓടി വരികയാണ്. കാരണം കുട്ടികൾ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഞാനവിടെ ഇരിക്കുകയാണ്, ഞാൻ കണ്ണും ചുമ്മി ഇരിക്കുകയാണ്. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് ഓടാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്, അത് എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. പെൺവേഷത്തിന് കിട്ടിയ ഒരു അംഗീകാരം അത് ചെയ്തതാരാണെന്ന് അറിയാം, ഇതൊക്കെ അറിയാം. മുണ്ടോത്ത് പപ്പനായിരുന്നു പപ്പേട്ടൻ. ഇത് നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്, മരിച്ചുപോയി. അതെ, അത്രയും രസമായിരുന്നു ആ മേക്കപ്പ് നടത്തുന്നത്. അതെ. മുതിർന്നതിന് ശേഷം ഏതെങ്കിലും ക്ലബ്ബായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ചോ? കൊയിലാണ്ടിയിൽ അപ്സര തിയേറ്റേഴ്സ് എന്ന ആദ്യത്തെ പുരാണ നാടകങ്ങൾ അവിടെ വെച്ചിട്ടാണ്. പിന്നെ റെഡ് കർട്ടൻ സാമൂഹിക നാടകങ്ങൾ, അതിരാത്രം, പ്രക്ഷോഭം നിറ നാടകങ്ങൾ, അതൊക്കെ ആരും സംവിധാനം ചെയ്തിരുന്നെന്ന് കായലാട്ട് ടി വി. പുരാണ നാടകങ്ങളാണ് ബാസി തിക്കോടി, അദ്ദേഹത്തിൻ്റെ രചനയാണ്. പിന്നെ റെഡ് കർട്ടനിലാണ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നാടകങ്ങൾ അവതരിപ്പിച്ചത്. പിന്നെ സൈമ അവതരിപ്പിച്ചു. ഓക്കെ, അതിനുശേഷമാണെന്ന് തോന്നുന്നു പ്രവാസ ലോകത്തേക്ക് അങ്ങോട്ട് പറിച്ച് നട്ടത് ഇവിടുന്ന് അങ്ങോട്ട് അല്ലേ? 1976 മുതൽ 2015 വരെ പ്രവാസ ജീവിതം ആണെങ്കിലും ഞാൻ എല്ലാ മാസവും വെക്കേഷന് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നാടകവും അതുപോലെ തന്നെ നാടും കുടുംബവും എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ഭാഗ്യം ഉണ്ടായിരുന്നു. അതെ, ഞാനും പ്രവാസിയായിട്ട് നിന്നതാണ്. 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമുക്കൊന്ന് നാട്ടിൽ വരാൻ പറ്റുന്നത്. അല്ലാതെ നാടുമായിട്ടും വീടുമായിട്ടും ഒക്കെ കലാരംഗവുമായിട്ടും ഒക്കെ നിരന്തരം സമ്പർക്കം പുലർത്താൻ സാധിക്കുക, അതേസമയം ഒരു പ്രവാസിയായിട്ട് ജീവിക്കുക എന്നുള്ള വലിയൊരു ഭാഗ്യമാണ്, എല്ലാവർക്കും ഒന്നും കിട്ടുന്നതല്ല. അതെ, ഞാൻ ഈ പ്രവാസ ജീവിതത്തിൽ വലിയ നാടകത്തിൽ ഞാൻ കമ്മിറ്റ്മെൻ്റ് ആയില്ല, പല ചാൻസ് ഉണ്ടായി നിന്നില്ല. കാരണം നാടകം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക തരം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വലിയ കമ്മിറ്റ്മെൻ്റ് ആണ്. കാരണം ഞാൻ ഓയിൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. 2 ആഴ്ച കഴിഞ്ഞാൽ ലീവ് എടുക്കുമ്പോൾ അവർക്ക് വേണം എപ്പോഴും എന്നെ വിളിക്കാം. ഞാൻ അന്നേരം ഒരു പട്ടാളക്കാരനെ പോലെ ഓടിച്ചാടി പോകണം. തീർച്ചയായും. അപ്പോൾ എന്നെ പ്രതീക്ഷിച്ചെടുത്ത നാടക കലാ സമിതികളുണ്ടല്ലോ, അത് ഞാൻ അവരോട് തെറ്റിയെന്ന് പാവെന്ന് ചോദിച്ച് ഞാനൊരു ഓഫറും ഞാൻ സ്വീകരിച്ചിട്ടില്ല. പലരും വിളിച്ചിരുന്നു, പോയിട്ടില്ല. പക്ഷേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ചോക്ക് ഞാനാണല്ലോ ഡബ് ചെയ്തത്. അങ്ങനെയുള്ള ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നാടകങ്ങൾ ഞാൻ 2015 ശേഷം വീണ്ടും നാടകങ്ങൾ ചെയ്തു. അല്ല, ഒരാൾ സ്ഥിരമായിട്ടൊരു നാടകം ചെയ്യുക, അല്ലെങ്കിൽ ഒരു നാടകം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് വേദികളെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന നാടകം എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഞാൻ നാടക സമിതിയിൽ കളിച്ച ഒരാളാണല്ലോ. അത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം, അല്ലെങ്കിൽ നമ്മുടെ അസുഖം, പ്രിയപ്പെട്ടവരുടെ അസുഖം, കല്യാണം, വീട്ടുകൂടൽ, ഇങ്ങനെ ഓരോ സംഗതിക്കും അതിനേക്കാളൊക്കെ പ്രാധാന്യം അവിടുത്തെ ആ ബുക്ക് ചെയ്തിരിക്കുന്ന അന്നത്തെ അരങ്ങാണ്. കുറേ ആളുകൾ നമ്മളെ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പറഞ്ഞ പോലെ അതുകൊണ്ടായിരിക്കും വലിയ നാടകങ്ങളിൽ അപ്പോൾ സജീവമാവാനുള്ള മടിയും ഭയവും ഉണ്ടായിരുന്നു അല്ലേ? അതെ. 1970 ഞാൻ കോഴിക്കോട് അണിയറ യൂണിവേഴ്സൽ ആർട്സിന് അണിയറ നാടക കളരിയിൽ അംഗമാണ്. അപ്പോൾ അവിടെ കോഴിക്കോട് എക്സിബിഷനിൽ അവതരിപ്പിക്കാൻ വേണ്ടി സൂര്യൻ എന്നൊരു നാടകം അവർ തിരഞ്ഞെടുത്തു. അവിടെ എന്ത് പരിപാടി ഇട്ടെങ്കിലും സെലക്ട് ചെയ്ത് വരുമ്പോൾ മെയിൻ റോൾ എനിക്കാണ് വരുന്നത്. അങ്ങനെ റിഹേഴ്സലൊക്കെ തുടങ്ങി എല്ലാം റെഡിയായി നിൽക്കുന്ന അവസരത്തിൽ എൻ്റെ ഫാദർ ഇൻ ലോ മരിച്ചത്. നാടകം അവതരിപ്പിക്കാൻ 2-3 ദിവസമേ ഉള്ളൂ. ഞാനിത് ചെയ്യും, കാരണം എനിക്ക് 2ാമത്തെ ദിവസം വീട്ടിൽ നിന്ന് 2ാമത്തെ ദിവസം പോകാൻ പറ്റുമോ? ഇങ്ങനത്തെ ഒരു അവസരത്തിൽ പക്ഷേ കാര്യങ്ങൾ ഇവർക്കും ദോഷമില്ലാത്ത രൂപത്തിൽ ഞാൻ ചെയ്തു എന്നുള്ള അതൊരു വലിയ സ്ട്രഗിളാണ് ഈ നാടകത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. പലരെയും കൺവിൻസ് ചെയ്യണം, എന്നാലോ ഈ നാടകം അവതരിപ്പിക്കുകയും വേണം. അതെ അല്ലേ? അവിടെ നമ്മൾ ഉണ്ടായിരിക്കാം. നമ്മൾ കാണികളോടാണ് വാഗ്ദത്തം ചെയ്യുന്നത്. നാടകമുണ്ട്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും. മരണം പലപ്പോഴും എപ്പോഴും സംഭവിക്കാം അല്ലേ? പക്ഷേ അതുകൊണ്ട് അത് മാറ്റിവെക്കുന്നത് ശരിയല്ല. ഞാൻ തച്ചോളി ഉദയനൻ എന്ന നാടകം, എനിക്ക് സംഗീത അക്കാദമി അവാർഡ് കിട്ടിയ നാടകം, പൂക്കാട് കലാലയത്തിൽ. ഞാനത് നന്ദി ഭാഗത്ത്, തിക്കോടി ഭാഗത്ത് ഒരു സ്റ്റേജ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ വാൾപ്പയറ്റൊക്കെ ഉണ്ട്, കളരിയൊക്കെ ഉണ്ടല്ലോ. തച്ചോളി ഉദയനനല്ലേ, ഞാൻ ഉദയനനായിട്ടാണ് ചെയ്യുന്നത്. അന്ന് അതിൻ്റെ ക്ലൈമാക്സ് സീനിലെ ഒരു അങ്കത്തട്ടിൽ വെച്ചിട്ട് എൻ്റെ തലയ്ക്ക് വെട്ടേറ്റു. ഇവിടെ ഇങ്ങനെ വെട്ടുകൊണ്ട് റിയൽ ഫൈറ്റ് ശരിക്കുള്ള കളരിയിൽ ഉപയോഗിക്കുന്ന വാള് വെച്ചിട്ട് തന്നെ, ഡമ്മി ഒന്നും ആയിരുന്നില്ല, കളരിയാണല്ലോ ഫാദറൊക്കെ. അങ്ങനെ ആ വെട്ടുകൊണ്ട് അത് തെന്നിപ്പോയതാ. കാല് താർപ്പായൽ ചവിട്ടി തെന്നിപ്പോയപ്പോൾ എനിക്ക് തടുക്കാൻ പറ്റിയില്ല. ആ വെട്ട് നേരെ തലയ്ക്ക് വന്നുകൊണ്ട് ശരി നല്ല ബ്ലീഡിങ്. കർട്ടൻ ഇട്ടു, പുറത്ത് ഗ്രീൻ റൂം പോയിട്ട് ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതിലാണ് എല്ലാവരും നിന്നത്. പക്ഷേ ക്ലൈമാക്സ് നാടകം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ
അവരെ സംബന്ധിച്ച് അവർ നാടകം കാണാൻ നിൽക്കുന്ന ആളുകളെ നിരാശപ്പെടുത്തേണ്ട വിചാരിച്ചൊരു തോർത്തുമുണ്ട് കൊണ്ട് തല നന്നായിട്ട് വരിഞ്ഞ് ചുറ്റി കെട്ടി നാടകം അഭിനയിച്ച് തീർത്തു. അതുവരെ ഉണ്ടായിരുന്നത് അച്ചോടി ഉദയനനെ വേഷത്തിൽ അവർ കണ്ടിട്ടില്ല. മീൻസ് ഒരു തല തോർത്തുമുണ്ടൊക്കെ കെട്ടിയിരിക്കുന്ന ഒരു ഉദയനനെ പിന്നെ കണ്ടത്, ഒരു മീൻകാരൻ അല്ലെങ്കിൽ മീൻ കച്ചവടക്കാരൻ, അങ്ങനെ എല്ലാ ഒരു ക്യാരക്ടർ നമ്മൾ സാധാരണ നാടകത്തിൽ സിനിമയിലൊക്കെ ചെയ്യുന്നത് തോർത്തുമുണ്ടൊക്കെ തലക്കെട്ടി ഒരു കർഷകൻ. പക്ഷെ അതൊന്നും ഒരു തടസ്സമായില്ല, എനിക്കും തടസ്സമായില്ല, ആളുകൾക്കും തടസ്സമായില്ല. നാടകം ചെയ്ത് കഴിഞ്ഞ് കർട്ടൻ ഇട്ടതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി 5 തുന്നിട്ടു. അപ്പം 5 തുന്നിൻ്റെ മുറിവുണ്ടായിരുന്നു അന്നേരം തലയ്ക്ക്. അത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ തോന്നിയതാണ് ആ ഒരു കഥ. അപ്പോൾ 2015 പ്രവാസ ജീവിതം മതിയാക്കി സജീവമായിട്ട് നാട്ടിൽ നിൽക്കുന്നത് അല്ലേ? ഇടയ്ക്കുള്ള പോക്ക് വരവുകളൊക്കെ അങ്ങ് നിന്നു. അതിൻ്റെ ഇടയിൽ ഇക്ക ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അതായത് മനുഷ്യനെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് മുതൽ അരങ്ങുകളിൽ നിന്ന് അരങ്ങുകളിലേക്ക് പോയത് മുതൽ 2015 നാട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു വന്നതെന്നല്ലേ? പക്ഷേ ഒരിക്കലും എനിക്ക് പ്രവാസ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ നമ്മുടെ ഏജ്, എനിക്കന്ന് 63 വയസ്സായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ അടുത്ത് പോവും, 60 ഞാൻ റിട്ടയർഡ് ആകേണ്ടതാണ്, അടുത്ത് തന്നെ ഇവിടുന്ന് പോകേണ്ടി വരും, ഇറുകുന്ന് പോകേണ്ടി വരും എന്ന് വിചാരിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് നീട്ടി അവർ കൊണ്ടുവരണം. അപ്പം വീണ്ടും അവർക്ക് പ്രഷറായി. കാരണം എന്നെക്കാളും വയസ്സ് കുറഞ്ഞ ആൾക്കാരൊക്കെ അവിടുന്ന് പറഞ്ഞു വിടണം, കാത്തു നിൽക്കണം. 63 ഒരു ലാസ്റ്റ് ഇതാക്കിയിട്ട് ഞാൻ വരികയാണ്. അപ്പം എൻ്റെ മനസ്സിലേക്ക് നാടകങ്ങൾ അവിടുന്ന് തന്നെ വന്നു എന്നുള്ളതാണ്. ഇനി തിരിച്ചു പിടിക്കണം, മനസ്സിൽ ലഡു പൊട്ടി നാട്ടിൽ പോയി നാടകം കളിക്കാൻ. കാരണം ജോലി എനിക്ക് ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ചോയ്സ് അഭിനയമാണ്. അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് സിദ്ദീഖ് വടകര, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞിങ്ങനെ ഇബ്രാഹിം വെങ്ങരയുടെ ഒരു ജീവചരിത്രം ഷോർട്ട് ഫിലിം ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്, അലിക്കാക്ക് അതിലൊരു വേഷമുണ്ട്, അലിക്കത് നിർമ്മിക്കുകയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിർമ്മിക്കുകയും വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഗൾഫിൽ നിന്ന് കൊണ്ട് വന്നപ്പോൾ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, സംഭവിച്ചു. അതിലൊരു വേഷം കിട്ടി. ആ വേഷം കിട്ടിയ അവസരത്തിലേക്ക് അതിലേക്കുള്ളൊരു ഡബ്ബിങ്ങിന് വേണ്ടി ഞാൻ നിങ്ങളെയാണ് ഓർക്കുന്നില്ല. അതെ, പിന്നെ തീർച്ചയായിട്ടും നമ്മളത് വളരെ എൻജോയ് ചെയ്ത് ഡബ്ബി, അത് നന്നായിട്ട് ചെയ്തു. നല്ലൊരു വേഷമായിരുന്നു അത്, അധ്യാപകൻ, പ്രധാന അധ്യാപകൻ്റെ വേഷം. എൻ്റെ ഗെറ്റപ്പ് തന്നെ നല്ലൊരു ഇതായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ തോന്നി. ആ ഷോർട്ട് ഫിലിം നമുക്ക് അവാർഡ് കിട്ടിയല്ലോ. അതെ, മൻസൂറാണ് നിർമ്മിച്ചത്, മൻസൂറിൻ്റെ പേരെ ഞാൻ കൊടുത്തത്. ഇങ്ങനെ ഇത് കണ്ടപ്പം ഇബ്രാഹിക്കാക്ക് മനസ്സിൽ അയാൾ എന്തോ കണ്ടുവച്ചെന്ന് എനിക്ക് തോന്നി. കാരണം അലി എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കിനി പോകാനുള്ള ആഗ്രഹമില്ല, പോകാൻ പറ്റില്ല. അത് ശരി, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ഓൺലൈൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നെ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം എന്തായത് പൂർണ്ണമാക്കിയത്. എന്നിട്ട് എന്നോട് പറയാ, സിദ്ദീഖ് വടകരനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ അടുത്ത് എന്നെയും കൂട്ടി ചെല്ലാൻ വേണ്ടിയിട്ട്. വരുമ്പം മേക്കപ്പ് മാനെയും കൂട്ടി വരണം പറഞ്ഞു. അപ്പം ഞാനിവിടുന്ന് അനീഫ കുറവങ്ങാട്, മൊയ്തു, എൻ്റെ അനുജൻ മൊയ്തു, രാമേന്ദ്രൻ മാഷ് കൂടി ഞങ്ങൾ പോകുന്നത്. നമ്മളൊരു ടീം ഒരു വലിയ വണ്ടി ഉണ്ടല്ലോ, വണ്ടിയിൽ ഫുള്ളായി ചെന്ന് സിദ്ദീഖ് വടകര വടകരയെന്ന് കൂട്ടുകയും ചെയ്ത് അവിടെ ചെന്നപ്പോൾ അയാൾ ഇരുത്തിയിട്ട് ആദ്യം അയാൾ പബ്ലിഷ് ചെയ്യുന്നതാണ് വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദിൻ്റെ സ്ക്രിപ്റ്റാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഞാനൊന്നില്ല, ജസ്റ്റ് കേട്ടിരുന്നു, എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ അയാളെ മനസ്സിലുള്ള കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാനിത് വാര്യംകുന്നത് കുഞ്ഞഹമ്മദ് ചെയ്യാൻ പോകുന്നത് ഞാൻ അറിയുന്നില്ല. ഇത് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം അലി സാഹിബ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് താങ്കൾ ചെയ്യണം. ഒരു ഡ്രാമാറ്റിക് സിറ്റുവേഷൻ തന്നെ അവിടെ ഉണ്ടായി. മേക്കപ്പ് മാനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മേക്കപ്പ് ചെയ്യണം, ഞാൻ ഡയറക്റ്റ് ചെയ്യും. അയാളെന്നറിയാം, ഞാൻ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ 1-2 ദിവസം ഡയറക്റ്റ് അയാൾ പോയി ഇവിടെ നമ്മളെ ഓഡിറ്റോറിയത്തിൽ വന്ന്. പിന്നെ സിദ്ദീഖ് വടകരാണ് നമുക്ക് അസിസ്റ്റൻ്റായിട്ട് നിന്നത്. അത് നല്ലൊരു അനുഭവമാണ്. അനുഭവം മാത്രമല്ല, ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൺലൈൻ നാടകങ്ങൾ. കേരളത്തിൽ 30 സ്ഥലത്ത് കളിച്ചു, പല ജില്ലകളിലായിട്ട് 30 സ്റ്റേജ് കളിച്ചു. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറേ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. കാരണം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ മെമ്മോറിയൽ ഓഡിറ്റോറിയമാണ് മലപ്പുറത്ത്. CPIൻ്റെ അധ്യാപക സംഘടനയായ എക്കോസ്റ്റീവിൻ്റെ സമ്മേളനമാണ്. ജില്ലയിലുള്ള എല്ലാ അധ്യാപകരും ഉണ്ടാവും, അവിടെയുള്ള ആരുമില്ല.
പക്ഷെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മറ്റുള്ള ജല്ലകളും കൂടി ഈ ഇതിനൊരു ചാൻസ് കിട്ടാൻ കാരണം. അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കലാസൃഷ്ടി അത് ആളുകൾ കാണുക എന്നുള്ളതാണല്ലോ അല്ലേ, അവിടേക്ക് അത് എത്തിക്കാൻ പറ്റുക എന്നുള്ളത്. നാടകം ഉണ്ടാക്കിയിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, വേദികൾ ഉണ്ടാവണമല്ലോ. ഒരു ചിത്രം ഒരാൾ വരച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ കാണുമ്പോഴാണ് അതിന് ജീവൻ വെക്കുക എന്ന് പറയുന്നത് പോലെ കാണാത്തിടത്തോളം അതൊരു ചിത്രമായിട്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യില്ല. അതിൻ്റെ ഒരു ധർമ്മം നിർവഹിക്കാനാവില്ല. അത് തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ വാര്യംകുന്ന് കുഞ്ഞഹമ്മദിയെ വെറുക്കപ്പെട്ടവർ ഒരുപാട് ആൾക്കാരുണ്ട്, വിവാദ പുരുഷനായതുകൊണ്ട്. പക്ഷേ മുക്കത്തൊക്കെ ഞാനിത് കളിച്ചപ്പോൾ ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് എന്നെ വന്നെടുത്ത് പൊക്കുന്നത്. അത്ര ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലോ. കാരണം വെറുക്കപ്പെട്ടൊരു മനുഷ്യൻ്റെ കഥ എനിക്ക് അവതരിപ്പിക്കാൻ കഴിയലും അതോടുകൂടെ എന്നെ അവരെടുത്ത് പൊക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഒരു മമതയില്ലത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ കലാകാരൻ്റെ ഒരു നിലപാടും കൂടിയാണ്. അതെ അല്ലേ, അത് ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇത്തരം പേടികളൊന്നും ഇല്ലല്ലോ. നമ്മളത് ചെയ്യുകയാണല്ലോ, സധൈര്യം ചെയ്യുകയാണല്ലോ. ഇബ്രാഹിക്ക ആ ഒരു രീതിയിൽ കുറെ നേരത്തെ അരങ്ങിൻ്റെ മൂർച്ച അറിഞ്ഞ, അരങ്ങിലെ അക്ഷരങ്ങൾക്കൊരു പ്രത്യേക മൂർച്ചയാണ്. അത് തിരിച്ചറിഞ്ഞൊരു നാടകക്കാരനാണല്ലോ ഇബ്രാഹിക്ക. എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം തന്നെ പറയാം. എൻ്റെ സുഹൃത്ത് അനീഫ കുറുവങ്ങാട് എഴുതിയ രചനയും സംവിധാനവും അദ്ദേഹം തന്നെയാണ് ചെയ്തത്. പാഠമൊന്ന് ഏകദൈവം. ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഗുരു ചേമഞ്ചേരി കുതിരാമൻ നായർ ഇതിൽ ഭാഗമാക്കായിട്ടുണ്ട്. നല്ലൊരു വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന, എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണല്ലോ അത്. അരങ്ങാടത്ത് വിജയൻ, പിന്നെ നമ്മുടെ പള്ളിയിലച്ഛനായിട്ട് VK രവിവേട്ടൻ. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് ഞാനാണ് ഡബ് ചെയ്തത്. സൂപ്പർ. കാരണം അതെന്താ, അതിന് ഞാൻ ആരാ ചെയ്തത് എനിക്ക് തന്നെ അറിയുന്നില്ല. കാരണം അത്രയ്ക്കും അദ്ദേഹത്തിന് അതേ വോയിസിൽ ഞാനത് ആ ശബ്ദം ഏതാണ്ടൊന്ന് അനുകരിക്കാൻ നോക്കിയിട്ട് ചെയ്തതാണ്. അതെങ്ങനെയാണെന്ന് ചെയ്തൊന്നും എനിക്ക് ഡയലോഗൊന്നും ഓർമ്മയില്ല. ഇല്ല, അത് കാരണം അദ്ദേഹം ഒന്ന് ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതല്ല, ഇങ്ങനെ തപ്പിത്തടഞ്ഞ്. അതാണ് പറഞ്ഞത്, കള്ളൊഴിച്ച് നടക്കരുത് കേട്ടോ, അങ്ങനെയൊക്കെയാ പറഞ്ഞത്. എനിക്ക് അത് ചെയ്തു. പിന്നെ അതിന് അവാർഡ് കിട്ടി. പടമൊന്ന് ഏകദൈവത്തിനാണ് ഇത് കിട്ടിയത്, അവാർഡ് കിട്ടിയത്. 24 ഫ്രെയിംസിൻ്റെ അവാർഡ് ആണല്ലേ. ചോക്ക് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയില്ലേ? ചോക്ക് കിട്ടിയത് വളരെ അത്ഭുതമാണ്. കാരണം ലാസ്റ്റ് നിമിഷത്തിലാണ് ഞാൻ എൻട്രി കൊടുത്തത്. ആർക്കാണത്? അത് നമ്മുടെ QFFK കൊയിലാണ്ടി. അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതിന് അവാർഡ് കിട്ടുമെന്നുള്ളത്. പക്ഷെ കിട്ടി. അതൊരു സന്തോഷമല്ലേ? സന്തോഷം തന്നെ. അപ്പൊ പിന്നെ ഈ പാഠമൊന്ന് ഏകദൈവത്തിന് അതാണ് 24 ഫ്രെയിംസിന്റെ ശാന്താദേവി. അതെ ആദ്യത്തെ അവാർഡ്. ശരിയാണ്. അപ്പൊ ഈ ഒരു ശേഖരത്തിലേക്ക് QFFK ഇഷ്ടംപോലെ ഉണ്ട്. ചെക്കൻ സിനിമയിൽ ഒരു പ്രധാന അധ്യാപകന്റെ വേഷമല്ലേ ചെയ്തത്? പക്ഷേ നമ്മൾ തമ്മിൽ അറിയുന്നവർക്ക് മാത്രമേ ഉള്ളൂ നിങ്ങളെ ഡബ് ചെയ്യുന്ന പറയുന്നുള്ളൂ. അല്ലാത്തതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. ഞാൻ ആ ക്രെഡിറ്റ് പക്ഷേ ഞാൻ ഒളിച്ചു വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാവരും തുറന്നു പറയാറുണ്ട്. നൗഷാദ് ഇബ്രാഹിമാണ് ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരിതുണ്ട്. കഠിന ഘടാഹത്തില് നിങ്ങൾ വാപ്പയായിട്ട് കാണുന്നില്ല, നിങ്ങളെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. അത് വളരെ സൂപ്പർബായിട്ട്. താങ്ക് യു. കുറേ ആളുകൾ ആ സിനിമ കണ്ടിട്ട് എന്നെ അഭിനന്ദിച്ച ഒരു കാര്യമാണ് കഠിന കടോരമി അണ്ടകടകത്തിലെ കമറു. കൊറോണ സമയത്ത് പ്രവാസിയായിട്ടുള്ള ബാബയെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മകൻ്റെ വിഷമങ്ങളായിരുന്നു ആ സിനിമ. ഉള്ളിലൊരു വിങ്ങലുണ്ടാക്കുന്ന ഒരു കഥയായിരുന്നു. മോഷിൻ അതിൻ്റെ സംവിധായകൻ. മോഷിൻ എന്നെ വിളിച്ചിട്ട് ഒരു 50-55 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് ഡബ് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരാളുണ്ട്. ആരാണ്? ഞാൻ പറഞ്ഞു ഞാനാണ്. നിങ്ങൾ ചെയ്യോ? ഞാൻ പറഞ്ഞെന്താ ചെയ്താൽ? അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി. മുഷൻ്റെ കൂട്ടുകാരാണ്. മുഷനെ നേരത്തെ ചെയ്ത ആഡ് ഫിലിമിലൊക്കെ എൻ്റെ ശബ്ദം ഉപയോഗിച്ചതാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ സ്റ്റുഡിയോയിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഹർഷദൊക്കെ ഉണ്ട്, മുഷനുണ്ട്. അന്ന് എന്തോ ട്രാൻസ്ഫോമറിൻ്റെ എന്തോ ഒരു പ്രശ്നം, കറണ്ട് ഉണ്ടായില്ല. കുറേ നേരം കാത്തുനിന്ന് ഹർഷദൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒരു ഡയലോഗിങ് എടുത്തു, ഫോൺ സംഭാഷണം. അതെടുത്തു കഴിഞ്ഞപ്പം മുഷൻ്റെ ഒരു ചുണ്ടിലൊരു ചിരി. കാരണം കുറേ ശബ്ദങ്ങൾ അവർ പരീക്ഷിച്ചിരുന്നു. ഈ സിനിമ ഞാൻ അറിഞ്ഞിടത്തോളം ഈ സിനിമയുടെ ആദ്യത്തെ ടൈറ്റിൽ വാപ്പ എന്നായിരുന്നു. അതായിരുന്നു സിനിമയുടെ ടൈറ്റിൽ തന്നെ അതായിരുന്നു. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വാപ്പയ്ക്ക് ആ സിനിമയ്ക്കകത്ത്. പിന്നീടാണ് കഠിന കടോരമി അണ്ടകടാഹം എന്നുള്ളതിലേക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ വാപ്പയ്ക്കൊരു മുഖം പാടില്ല എന്നവർ
അത് അവരുടെ ഒരു ഒരു ബുദ്ധിപരമായൊരു നീക്കമാണ്. ഈ ബാപ്പയ്ക്ക് ഒരു മുഖം വേണ്ട, ശബ്ദം മതി. അങ്ങനെ അതൊരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയായിരുന്നു നമുക്ക്. നമ്മുടെ ശബ്ദത്തിലൂടെ ഒരു ക്യാരക്ടറിനെ വരച്ചിടുക എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ നമ്മൾ കയറി ഇരുന്നാലേ ഉള്ളേ അത് നടക്കുള്ളൂ. അപ്പം അങ്ങനെ അത് ഫസ്റ്റിലെ ഡയലോഗ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മോഷൻ അത് ഓക്കെ ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നത് വെറും 1.5 മണിക്കൂർ കൊണ്ട് ഡബ് ചെയ്തതാണ് ആ സിനിമയിൽ നമ്മൾ കേൾക്കുന്ന ബാപ്പയുടെ എല്ലാ ഡയലോഗും. വച്ചൂടാ, അങ്ങനെ കുറച്ച് വിളികളൊക്കെ ഉണ്ട് അതിൽ. അത് നമ്മൾ ഉള്ളിൽ തട്ടിപ്പോകുന്ന കുറേ ആളുകളത് കണ്ട് കരഞ്ഞ ഒരു സിനിമ. എനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു സിനിമയാണ് കഠിന കടോരം. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഒരു വിശേഷം, ജയരാജ് സാറിൻ്റെ പെരുങ്കളിയാട്ടം, സുരേഷ് ഗോപിയുടെ സിനിമ. അതിൽ അവിനാഷ് ഷെട്ടി, നമ്മുടെ KGF വില്ലൻ, അദ്ദേഹം മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് പെരുങ്കളിയാട്ടം. അതിലെ അവിനാഷ് ഷെട്ടിയുടെ ശബ്ദം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അതാണ് സിനിമ. പിന്നെ ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള വലിയൊരു ഇതിൽ നിൽക്കുകയാണ്. ഒന്ന് ഞാൻ നേരത്തെ ചെയ്തതാണ് ഓടുന്നോൻ. അതിനുശേഷം അതിനിടയ്ക്കൊരു നിങ്ങളുടെ മിസ്സിന്റെ ഒരു അതെ ജയ ചെയ്ത സിനിമ റൂട്ട് ദ വേ ടു ജസ്റ്റിസ് എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അതിലൊരു നെഗറ്റീവ് ക്യാരക്ടർ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ അല്ലാതെ വേറെ പുതിയ എന്ത് കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സിനിമ ചെയ്യണം, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അല്ലാതെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പരസ്യ ചിത്രങ്ങൾക്ക് ഡോക്യുമെൻ്ററി നരേഷൻ, പിന്നെ അല്ലാതെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ. ഇപ്പോൾ ഈ അടുത്ത് കുലാണ്ടി നെസ്റ്റിന് വേണ്ടി ചെയ്ത ഒരു വീഡിയോ, അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ 10 വർഷമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ലാലേട്ടൻ ആനിമേഷൻ ക്യാരക്ടറായിട്ട് വരുന്നൊരു ന്യൂസിൻ്റെ ഇടയിലൊക്കെ കാണുന്നൊരു 2 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന നിങ്ങളാണ്? അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ, അതിൻ്റെ ആനിമേഷനൊക്കെ ചെയ്യുന്നത് BN ഗഫൂറിൻ്റെ പുത്രന്മാർ 2 പേര്, തൻവീർ ഗഫൂർ, തജ്മൽ ഗഫൂർ. അവരുടെ ഒരു ആനിമേഷൻ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ നിന്നാണ് ഈ ആനിമേഷനൊക്കെ ചെയ്യുന്നത്. 10 വർഷമായിട്ട് 3000-ഓളം സ്ക്രിപ്റ്റുകൾ ഡെയിലി ആനിമേഷൻ ആയതുകൊണ്ട് ഞാനത് എഴുതാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ ശബ്ദവും ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ്റെ ശബ്ദം ലാലേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എഴുതുന്നു, അദ്ദേഹം 10 വർഷമായിട്ട് ശബ്ദം കൊടുക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ ഉള്ളൊരു കാര്യമാണ്. അതിനൊക്കെ സമയം എങ്ങനെ കണ്ടു? അത് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനാണ്. അത് അദ്ദേഹം എവിടെയായാലും അത് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരും. അങ്ങനെയാണ്. 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പോലും ആ എപ്പിസോഡ് ഏഷ്യാനെറ്റ് ന്യൂസിൽ മുടങ്ങിയിട്ടില്ല. അങ്ങനെയാണത് പോകുന്നത്. നിങ്ങളുടെ ഒരുപാട് മിമിക്രി പരിപാടികൾ ഇപ്പം കുറച്ച് കാലമായിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ മറ്റൊരു ഫീൽഡിൽ തിരക്കാണ്. എങ്കിലും അത് നിങ്ങൾ നിർത്തിവെച്ചോ അല്ലെങ്കിൽ എന്താണ്? ഞാൻ നിർത്തിവെച്ചതല്ല. ഞാനിപ്പോഴും ചില സ്ഥലത്തൊക്കെ ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ ഉദ്ഘാടകൻ ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. അത് മിമിക്രി എന്ന് പറയുന്നത് ഒരു മോശം കലാരൂപമല്ല. അല്ലെങ്കിൽ അത് നമ്മൾ ഒരു സിനിമയൊക്കെ ചെയ്ത ആളാണല്ലോ, നമ്മളിനിയിപ്പോൾ മിമിക്രി ചെയ്യാൻ പാടില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ട്രൂപ്പിൽ മിമിക്സ് പരേഡ് അല്ലെങ്കിൽ മിമിക്രി ആയിട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 4ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രേം നസീറിൻ്റെ ശബ്ദം പോലെ സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് മിമിക്രിയൊക്കെ അറിയല്ലേ എന്ന് ചോദിച്ചതാണ് തുടക്കം. സ്റ്റാർട്ടപ്പ്. എന്നിട്ട് അവൻ തന്നെയാണ് പിന്നെ മാഷോട് പോയി പറഞ്ഞത് ഇവന് മിമിക്രി അറിയാമെന്ന്. അപ്പം എന്നെ വിളിച്ച്, അപ്പം ഞാൻ നസീറിൻ്റെ ശബ്ദം അനുകരിച്ച് എന്താണ് ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ മാഷ് പറഞ്ഞു എന്നാൽ പിന്നെ നീ കുറച്ച് ആൾക്കാരൊക്കെ പഠിക്കുന്നു പറഞ്ഞു. അങ്ങനെ KP ഉമർ അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പഠിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ മിമിക്രി ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് മാഷ് തീരുമാനിച്ചതാണ്. അങ്ങനെയുണ്ട്, നീ മിമിക്രി ആർട്ടിസ്റ്റ് ആണെങ്കിൽ നീ ആക്ടറും കൂടിയാണെന്ന് മാഷ് തീരുമാനിച്ചിട്ടാണ് എന്നോട് മോണാക്ട് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ മിമിക്രി മോണാക്ട് അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ നാടകങ്ങൾ, വലിയ നാടകങ്ങൾ, സിനിമ, അങ്ങനെ എത്തിയത്. ഈ മിമിക്രിക്ക് എന്തെങ്കിലും റിഹേഴ്സൽ ആവശ്യമുണ്ടോ? പിന്നെ മിമിക്രിക്ക് റിഹേഴ്സൽ വേണമല്ലോ. അതെന്താണ്? മറ്റുള്ള ആൾക്കാരെ ശബ്ദം കേട്ട് അതുപോലെ നമ്മൾ ഒരുപാട് അതിനെ സ്ട്രെയിൻ ചെയ്യണം. അതിൻ്റെ ഒരു ശരിയായ ഒരു കാര്യം എനിക്ക് തോന്നിയത്, നമുക്ക് പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് പോയിട്ട് അത് നേരിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ പറ്റാറ്. ഞാൻ 1-2 സ്ഥലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതോ സ്റ്റേജിൽ ഞാൻ ഉദ്ഘാടകനായിട്ടോ എന്തോ ഞാൻ ആ വേദിയിൽ ഇരിക്കുമ്പോൾ അതിൽ സ്വാഗതം പറഞ്ഞ ആൾ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പ് സംസാരിച്ച ആൾ, കുറേ ആളുകളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരാളത് അല്ലെങ്കിൽ 1-2 ആളത് ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന ശബ്ദമാണല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു 1-2 ഡയലോഗ്സ് ഒക്കെ ഒന്ന് വെറുതെ ക്യാച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മളെ സംസാരത്തിൻ്റെ ഇടയിൽ
നേരത്തെ നമ്മുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് ആ ശബ്ദത്തിലൊക്കെ ചില 1-2 സ്ഥലത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് അതിന് പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, അത് ഇതൊരു കഴിവാണ്. അത് ആ സമയത്ത് അങ്ങനെ തോന്നി ചെയ്യുന്നത്. പക്ഷെ അല്ലാതെ നമ്മളൊരു സ്റ്റാറിനെ അനുകരിക്കുക അല്ലെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പരിശീലനം എല്ലാ കാര്യത്തിനും നല്ലതല്ലേ. ഇപ്പം എൻ്റെ വീട്ടിലിപ്പം മൈക്കുണ്ട്, സ്പീക്കറുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഈ മിമിക്രിയോട് താല്പര്യമുള്ള സമയത്ത് ഇങ്ങനെയുള്ളൊരു സംവിധാനങ്ങളൊന്നുമില്ല. ഒരു മൈക്കിൽ സംസാരിക്കാനോ എന്താ പറയാനോ പറ്റുന്നത് സ്കൂൾ യുവജനോത്സവത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ മദ്രസയിൽ നബിദിനത്തിന്റെ സമയത്ത് ആണ് നമ്മൾ മൈക്കിൽ നമ്മുടെ ശബ്ദം കേൾക്കുന്നത്. അല്ലാതെ വീട്ടിൽ സംവിധാനം ഇല്ല. അപ്പം ഞാൻ അന്ന് കണ്ടുപിടിച്ചൊരു കാര്യം, വലിയ ചെമ്പുണ്ടായിരുന്നു. ഇത് തലവഴി അങ്ങോട്ട് ഇങ്ങനെ കമ്പിയിടും, എന്നിട്ട് ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പം നമുക്കൊരു മൈക്കിൽ വലിയ സ്പീക്കറിലൊക്കെ കേൾക്കുന്ന മാതിരിയുള്ള ഒരു സംഗതി കിട്ടും. അങ്ങനെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ മിമിക്രി പ്രാക്ടീസ് ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നു. കുറേ വർഷത്തെ ഏറ്റവും അടുത്ത പരിചയമുള്ള അടുപ്പമുള്ള അലീഖാൻ്റെ കൂടെ കുറേ നേരം സംസാരിച്ചിരിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷമാണ്. അപ്പോൾ ഈ സംസാരം ഇവിടെ നിർത്തുന്നതിന് മുമ്പ് ഒരു 2 കാര്യം എനിക്കറിയേണ്ടതുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ ആ സമയത്ത് ചോദിക്കാൻ വിചാരിച്ചായിരുന്നു, പിന്നെ അതങ്ങോട്ട് മാറിപ്പോയതാണ്. റെഡ് കർട്ടനിൽ അവരുടെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് കൂടെ അഭിനയിച്ച ആളുകളെ അവരെ ഓർക്കുന്നുണ്ടോ, അവരെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. നാടക സൗഹൃദം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. എന്നെ നാടകത്തിൽ ഇത്രയധികം നാടകങ്ങൾ അഭിനയിക്കാനും ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കാനുള്ള മനസ്സും ഉണ്ടായത് എനിക്ക് കിട്ടിയ സൗഹൃദങ്ങളാണ്. ഇതിൽ കുറേ ആൾക്കാരൊക്കെ മുൻമറിഞ്ഞു പോയി. പക്ഷെ ജീവിച്ചിരിക്കുന്നവരെ പറ്റി പറയുകയാണെങ്കിൽ അരങ്ങാടത്ത് വിജയൻ, VK രവി, രാഗം മുഹമ്മദ് അലി, രഘു മേലൂർ, ഷീഗ രഘുനാഥ്, പിന്നെ മരിച്ചുപോയ ആളെ പറ്റി പറയുകയാണെങ്കിൽ കായലാട്ട് രവീന്ദ്രൻ. അങ്ങനെ ഒരുപാട് പേരെ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ദിവസവും ഞാൻ ഓർക്കുന്ന വ്യക്തികളാണ്. കാരണം അവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നാടകത്തിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കാരണം. സൗഹൃദങ്ങളാണ് എന്നെ നാടകത്തിലേക്ക് കൊണ്ടുവന്നത്, അല്ലാതെ വെറുതെ കയറി നാടകത്തിൽ അഭിനയിച്ചതല്ല. അലി, ഒരു നാടകമുണ്ട്, നമുക്ക് വരണം. ചിലപ്പോൾ ഞങ്ങൾ കടപ്പുറത്ത് പോയിട്ടായിരിക്കും റിഹേഴ്സൽ നടത്തുക, അല്ലെങ്കിൽ കുന്നിൻ്റെ മുകളിലായിരിക്കും നടത്തുക. അവിടെയൊക്കെ എനിക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തടത്ത് പോലും എത്തിപ്പെട്ടത് ഈ സൗഹൃദങ്ങളാണ്. ഓക്കെ. ഇനി ഒരൊറ്റ കാര്യം കൂടി, ഏതെങ്കിലും ഒരു നാടകത്തിലെ ഒരു ഡയലോഗ് പറഞ്ഞുതരും. അത് അങ്ങനെയാണെങ്കിൽ 2 നാടകത്തിൻ്റെ ഇത് പറയാം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാടകം ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റൂം അടിച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു സ്വാതകമാണ്. അതിൽ ഞാൻ ധർമ്മപുത്രന് ഞാൻ കൊടുത്ത വേഷത്തിൽ എനിക്ക് അവതരിപ്പിക്കേണ്ടി വന്ന ഡയലോഗ്. പാടില്ല, ഈ കൊട്ടാരം അഗ്നിക്ക് പോലും അദാഹ്യമാണ്. അത് പണിതുയർത്തിയവന് പോലും ഇന്നത് നശിപ്പിക്കാനാവില്ല. ഒരു കാലത്ത് പട്ടിയും പുലിയും കെട്ടിപ്പുണർന്ന് ജീവിച്ചത് ഈ സ്നേഹബന്ധത്തിൻ്റെ ഭിത്തിക്കുള്ളിലായിരുന്നു അമ്മേ. ശരിയും തെറ്റും ഇവിടത്തെ സന്തത സഹചാരിയായിരുന്നു. അർജുനന്റെ ആയുധബലവും ഭീമസേനന്റെ ശക്തിയും രൂപപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ് അമ്മേ. എന്നെ ഞാനാക്കിയതും അല്ലാതാക്കിയതും ഇവിടെ വെച്ചാണ്. അവസാനമായി നാം ചോദിക്കുന്നു, ഈ പാപത്തിന്റെ സിംഹാസനം ഏറ്റുവാങ്ങാൻ നിങ്ങളിൽ ആരെങ്കിലും തയ്യാറുണ്ടോ? ഉണ്ടോ? ഇത് എന്നെ ഇതിൽ പിടിച്ചു നിർത്തുന്ന ഒരു ഡയലോഗാണ്. ഇത് എഴുതിയത് ബാസി തിക്കോടിയാണ്. അതെ, നേരത്തെ പറഞ്ഞല്ലോ. അത് ഇതിൻ്റെ ഒരു കാര്യം, നമ്മളൊരു അരങ്ങില് നമ്മളങ്ങ് ജീവിച്ച ഒരു ക്യാരക്ടർ, ഇതൊരു പരിമിതമായ മറ്റൊരു സ്ഥലത്ത് ഇത് പുനരാവിഷ്കരിക്കുമ്പോൾ ആ റേഞ്ചിലേക്ക് നമ്മുടെ ശരീരവും ശബ്ദവും കൊണ്ടെത്തിക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേജിൽ പാടിയ ഒരാൾക്ക് ഇവിടെ ഇരുന്നിട്ട് പാടാൻ പറഞ്ഞാൽ ഏതാണ്ട് ആ പാട്ട് അതേപോലെ പാടാൻ പറ്റും. നമ്മളൊരു ക്യാരക്ടറിനെ ആരെങ്കിലും അവതരിപ്പിച്ചിട്ട് അത് ഇതുപോലെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പെട്ടെന്ന് ആവിഷ്കരിക്കുമ്പോൾ ചിലപ്പോൾ അതേ റേഞ്ചിലേക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു റേഞ്ചിലേക്ക് തന്നെ അങ്ങോട്ട് വന്നു. 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഏകപാത്ര നാടകത്തിലാണ് വാര്യംകുന്നത്തായിട്ട് ഒറ്റയ്ക്ക് ഞാൻ അവതരിപ്പിച്ചത്. നാടകം തുടങ്ങുന്നത് തന്നെ എൻ്റെ കഥാപാത്രം വാര്യംകുന്നത്ത് നിസ്കരിക്കുകയാണ്. കുന്നിൻ്റെ മുകളിൽ ഒളിത്താവളത്തിൽ നിസ്കരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹത്തിനെ പിടിക്കാൻ പട്ടാളവും ബ്രിട്ടീഷ് പട്ടാളം കൂടെ വരുന്നുണ്ട്. ഇവർ തക്ബീർ ധ്വനി മുഴക്കിക്കൊണ്ടാണ് ഈ പട്ടാളം മുഴുവൻ വരുന്നത്.
അല്ലാഹു അക്ബർ അല്ലാഹു. അടുത്തടുത്ത് വരുമ്പം നിസ്കാരത്തിൻ്റെ ആ ടൂണും നമുക്ക് രംഗത്ത് അത് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് നോക്കുന്ന അവസരത്തിൽ തോക്ക് അദ്ദേഹം കരുതി വെച്ചിരുന്നു നിസ്കാര റൂമിൽ ഒരു സ്ഥലത്ത്. ആ തോക്കെടുത്ത് എഴുതിക്കൊണ്ട് കൂട്ടമായ തെക്ബീർ ധ്വനി എന്തോ അപകടം വിളിച്ചു പോകുന്നുണ്ടല്ലോ. സംഘബോധത്തിന്റെ മന്ത്രധ്വനിയാണ് തക്ബീർ. തക്ബീർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടമായ തക്ബീർ ധ്വനി, സംഘബോധത്തിന്റെ മന്ത്രധ്വനിയാണ് തക്ബീർ. യാ അല്ലാഹ്, നിന്റെ തുണയല്ലാതെ മറ്റൊന്നുമില്ല ഞങ്ങൾക്ക്. ഏറനാട് വള്ളവനാട്ടിൽ വീശിയടിക്കുന്ന കാറ്റിനിപ്പോൾ ചോരയുടെ മണമാണ്. പട്ടാളക്കാരുടെ കൈകളിൽ നീർത്തോക്കുകൾ, ബൂർക്കന്മാരുടെ കൈകളിൽ മണ്ണെണ്ണ വിളിച്ച കന്നാസുകൾ. എല്ലാം എന്തിനു വേണ്ടി? എങ്ങനെയാണ് ഈ കലാരംഗത്തേക്ക് കടന്നു വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ്? ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ മൊത്തം ഫാമിലിയുടെ ആളുകളെ പറ്റി പറയണം. എൻ്റെ വാപ്പ അഹമ്മദ് മുസ്ലിയാർ, ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന അവസരത്തിലൊക്കെ മലേഷ്യയിലാണ്. അദ്ദേഹം ഒരു യാഥാസ്ഥികനാണ്. പക്ഷേ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹം ഒരു സാംസ്കാരിക സാമൂഹ്യ പരിവർത്തകനാണ്. അഹമ്മദ് മുസ്ലിയാർ നാട്ടിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ ആവശ്യമില്ലാത്ത പരിപാടികൾക്കുണ്ടല്ലോ നമ്മളെ മതങ്ങളിലുള്ള, അതൊക്കെ ഒഴിവാക്കുമായിരുന്നു. ആവശ്യമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു അദ്ദേഹം നാടകത്തിനെ ഇഷ്ടപ്പെടുമെന്നുള്ളത്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന അവസരത്തിലാണ് കൊയിലാണ്ടി വിക്ടറി തിയേറ്ററിൽ ഒരു പടം കളിക്കുന്നത്. ആ പടം പോയി അത് കണ്ട് ഇൻസ്പിറേഷനായിട്ടാണ് ഞാൻ അഭിനയത്തിലേക്ക് വരുന്നത്. അഭിനയത്തിൽ വന്നപ്പോൾ ആ എനിക്ക് തോന്നുന്നത് കുട്ടിക്കുപ്പായമാണെന്ന് തോന്നുന്നു. കുട്ടിക്കുപ്പായം 1962 ഞാൻ ഇത് കണ്ടത്. അതോ അല്ലെ വേറെ വല്ല പടമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്കുപ്പായത്തിലാകുമ്പോൾ അതിൽ ബഹദൂറിൻ്റെ അഭിനയങ്ങൾ ഇതൊക്കെ ഞാനിങ്ങനെ വീട്ടിൽ വെച്ചിങ്ങനെ കളിക്കുമല്ലോ. കളിക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം, എൻ്റെ അയൽവാസികൾക്ക്, തറവാട്ടിലെ അയൽവാസികളുടെ കുട്ടികൾക്കും എൻ്റെ അമ്മാവനൊക്കെ ഇഷ്ടപ്പെട്ട്. അമ്മാവൻ KV മായം, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു. എൻ്റെ കുടുംബത്തിൽ കലാപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹമാണ് എന്നെ പിൽക്കാലത്ത് ഒരു അമീദ് കാക്കശ്ശേരി സംവിധാനം ചെയ്ത മനസ്സ് എന്ന സിനിമയുടെ ഡയറക്ടറായ അദ്ദേഹത്തിൻ്റെ കാർത്തിക വിളക്ക് എന്ന സിനിമയിലൊക്കെ എനിക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടി. പക്ഷേ അത് വെളിച്ചം കണ്ടില്ല. കാരണം അതിലെ റാണി അന്ത്ര ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു. 3 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു മദ്രാസിൽ. അമ്മാവൻ്റെ സ്നേഹിതനാണ്. അത് ഈ അവസരത്തിൽ പറഞ്ഞത് മാത്രം. അങ്ങനെ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ച വെളുത്താടൻ കൃഷ്ണൻ മാഷ് എന്ന് പറയും, അദ്ദേഹത്തോട് അമ്മാവൻ പറഞ്ഞിട്ടാണ് എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയത്. ഇവിടാണ് വഴിത്തിരിവായത്. കാരണം സാധാരണഗതിയിൽ ഞങ്ങളെ വീടുകളിലൊന്നും ഇത്രയും ചെറുപ്പത്തിലൊന്നും സിനിമയ്ക്കൊന്നും ആരും പറഞ്ഞേക്കില്ല. പക്ഷേ അമ്മാവനെ ഇത് ഇൻസ്പിറേറ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ പോയി കാണാനും അത് വെച്ചിട്ട് എൻ്റെ മനസ്സിലേക്ക് അഭിനയത്തിൻ്റെ ഒരു മുള പൊട്ടി വരികയും അത് വൈകിട്ട് 7 മണി സമയത്ത് ചുറ്റുപാടുള്ള വീടുള്ള കുട്ടികളൊക്കെ വന്നിട്ട് കോലായിലിരുന്നുകൊണ്ട് പത്തായപ്പുറത്ത് കയറിയിട്ട് അവതരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കൂടും ഭാസ്കരൻ, അദ്ദേഹം മരിച്ചുപോയി. SSLC ആയപ്പോൾ അയാൾ മരിച്ചുപോയി. അദ്ദേഹമൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ തോന്നുകയാണ് ഇങ്ങനെ കളിക്കാൻ പറ്റും, ഇങ്ങനെ കളിച്ചു. അങ്ങനെ ഈ അഭിനയം എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളലാണെന്നുള്ളതായി അവിടെ നിന്ന് എനിക്ക് മനസ്സിലായത്. നമ്മളൊരു കഥാപാത്രമായി ഉൾക്കൊള്ളു കഴിഞ്ഞാണ് അത് അഭിനയത്തിലേക്ക് നമുക്ക് വരും, അതിൻ്റെ മാനറിസമൊക്കെ തനിച്ച് വരുമെന്നുള്ളത് അന്ന് എനിക്ക് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ പോയതിന് ശേഷമാണ് 7ാം ക്ലാസ്സിലേക്ക് ആദ്യത്തെ അവസരം ഉണ്ടായത്. അപ്പോൾ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കുറേ കാര്യങ്ങൾ അലിക്കയെ അറിയാമായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് പോലും പുതിയ കുറേ അനുഭവങ്ങൾ, കുറേ കാര്യങ്ങൾ എനിക്കും കൂടി അറിയാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഒരു സംസാരത്തിൽ എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു ഗുണം. എന്തായാലും വളരെ സന്തോഷം. നമ്മളിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു വിശ്രമ ജീവിതം വിശ്രമിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ കലാരംഗത്തും നമ്മുടെ നാടിന് വേണ്ടിയിട്ടൊക്കെ അലിക്കാക്കും അലിക്കയുടെ കുടുംബത്തിനും, പ്രത്യേകിച്ച് മൻസൂറിൻ്റെ കാര്യം കൂടി ഞാനിപ്പോൾ പറയേണ്ടതുണ്ട്. ചെക്കൻ എന്ന സിനിമ മലയാളികൾക്ക് തന്ന ഇമ്പമുള്ള ഗാനങ്ങളുള്ള ആ ഒരു ചെറിയ നല്ല സിനിമ മലയാളികൾക്ക് തന്ന മൻസൂർ ഇനിയും നല്ല സിനിമകൾ
മലയാളികൾക്ക് തരട്ടെ. ഈ കുടുംബത്തിൽ നിന്നങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ടുണ്ടാവട്ടെ. നിങ്ങളുമായിട്ടുള്ള ഇത്രയും നേരം ചിലവഴിക്കാനും പഴയ കാലത്തേക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടാനൊക്കെ സാധിച്ചത് ഒരുപാട് നന്ദിയുണ്ട്. ശരി.